കൊടുക്കാം. എത്ര പേര് കാണുമെന്നറിയില്ല. ഓക്കെ, സോ അടുത്ത ഈ ഒരു ടോപ്പിക് സെക്ഷൻ അകത്തിലെ ഒരു ടോപ്പിക്കാണ്. അത് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറയും, നമ്മൾ ഇതിനെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതൊരു ഒരു സിലിണ്ടർ ആണെന്ന് വിചാരിക്കാം. ഇതൊരു സിലിണ്ടർ. അപ്പൊ ഈ സിലിണ്ടറിനെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നതെന്ന് പറയാം ആർക്കെങ്കിലും? സിലിണ്ടറിനെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത് ആർക്കെങ്കിലും പറയാം? എനി ഐഡിയ? സിലിണ്ടറിനെ ഓപ്പൺ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കുകയാണ്. ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്തു. ഇവിടെ വെച്ച് റെക്ടാംഗിൾ ആണോ? യെസ്, റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിൾ. ആരാ പറഞ്ഞത്? ആഷിഖ്. അതെ, കറക്റ്റ് ആണ്. അതായത് റെക്ടാംഗിൾ, അതായത് ഇതിനെ ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ ഈ സിലിണ്ടറിനെ ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് റെക്ടാംഗിൾ ആണ്. അതിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ശരി, അടുത്തൊരു എക്സാമ്പിള്. ഇതൊരു കോണാണ്. കോണിനെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നതെന്ന് പറയാമോ ആർക്കെങ്കിലും? സിലിണ്ടറിനെ ഓപ്പൺ ചെയ്യുമ്പോൾ റെക്ടാംഗിൾ ആണ് കിട്ടുന്നത്. ട്രയാംഗിൾ. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു ഷേപ്പ്, ഒരു ട്രയാംഗിൾ പോലെ ഒരു ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ കോണിന്റെ ഈ ആംഗിളിനെ നമ്മൾ സെക്ടർ ആംഗിൾ എന്നാണ് പറയുന്നത്. സെക്ടർ ആംഗിൾ തീറ്റ. സോ തീറ്റ ഈസ് ഈക്വൽ ടു r/r ഇൻറ്റു 360 ഡിഗ്രി. ഈ r എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. ഈ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഈ ജനറേറ്റർ ലെങ്ത് ആണ്. ഈ അപ്പെക്സ് മുതൽ ഇവിടെ വരെയുള്ള ഈ ലെങ്തിനെയാണ് ആർ എന്ന് പറയുന്നത്. അപ്പൊ റേഡിയസ് ഡിവൈഡഡ് ബൈ ഈ ലെങ്ത് ഇൻറ്റു 360 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സെക്ടർ ആംഗിൾ കിട്ടും. അപ്പൊ ഒരു കോണിനെ ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സെക്ടർ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഇത് ഈ ഒരു ട്രയാംഗിൾ പോലെ വരച്ചു വെച്ചാൽ മതി. ശരി, ഈ റെക്ടാംഗിളിന്റെ ലെങ്ത് എത്ര ആയിരിക്കും എന്ന് ആർക്കെങ്കിലും പറയാം? ഈ ഡെവലപ്മെന്റിന്റെ ലെങ്ത് എത്ര ആയിരിക്കും? ഈ സിലിണ്ടറിന്റെ ഈ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സർക്കംഫറൻസ് അല്ലേ? ഇതിന്റെ സർക്കംഫറൻസ് എന്തുമായിരിക്കും പറയാം? എനി ഐഡിയ? പെരിമീറ്റർ ആണോ? അതായത് 2πr, മനസ്സിലായോ? 2πr ആയിരിക്കും ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ സിലിണ്ടർ. ഇനി വേറൊരു അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെയാണ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഒബ്ജക്റ്റിനെ ഓപ്പൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ്. അപ്പൊ ഈ ഡെവലപ്മെന്റിൽ നമുക്ക് ചിലപ്പം ഈ ഡെവലപ്മെന്റിന്റെ കൂടെ തന്നെ ഒബ്ജക്റ്റിനെ കട്ട് ചെയ്യും. ഇങ്ങനെ നമ്മൾ സെക്ഷൻ പഠിച്ചപ്പോൾ സെക്ഷനിൽ നമ്മൾ കട്ടിങ് പ്ലെയിൻ വരയ്ക്കുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഈ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഓപ്പൺ ചെയ്യാൻ പറയും. അതാണ് ഈ പ്രോബ്ലം. കണ്ടോ? ഈ പ്രോബ്ലത്തിൽ നിങ്ങൾ ഇവിടെ കാണുന്ന ഒരു സിലിണ്ടർ ആണ്. ഒരു സിലിണ്ടറിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ആണ്. അതായത് കണ്ടോ? ഓക്കെ, ഇതൊരു ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ആണ്. ദെൻ അതിലൊരു കട്ടിംഗ് പ്ലെയിൻ ഉണ്ട്. കണ്ടോ? ഇങ്ങനെ ഒരു കട്ടിംഗ് പ്ലെയിൻ ഉണ്ട്. കണ്ടോ? കട്ടിംഗ് പ്ലെയിൻ. ദിസ് ഈസ് ദ കട്ടിംഗ് പ്ലെയിൻ. അപ്പൊ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പോർഷൻ എന്തായി പോയി? ഈ ഒരു പോർഷൻ റിമൂവ് ചെയ്തു. ദിസ് പോർഷൻ റിമൂവ്ഡ്. അപ്പൊ ബാക്കിയുള്ള പോർഷൻ എത്രയുള്ളൂ? റീറ്റെയിൻഡ് പോർഷൻ. ബാക്കിയുള്ള പോർഷൻ ഈ ബ്ലൂ കളറിൽ കാണുന്ന പോർഷൻ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ദ റീറ്റെയിൻഡ് പോർഷൻ. അപ്പൊ ഇതിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കാൻ ആദ്യം എന്ത് ചെയ്യാന്ന് അറിയാം? നമ്മൾ ആദ്യം സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് ആദ്യം വരയ്ക്കും. സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് നിങ്ങൾ പറഞ്ഞു എന്താണ്? റെക്ടാംഗിൾ ആണ്. അപ്പൊ റെക്ടാംഗിൾ വരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഈ കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കട്ടിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്യും. ഓർമ്മയുണ്ടല്ലോ കട്ടിംഗ് പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്തത്? കട്ടിംഗ് പോയിന്റ്സ്. ഈ കട്ടിംഗ് പോയിന്റ്സിനെ എന്ത് ചെയ്താൽ മതി? ഈ കട്ടിംഗ് പോയിന്റ്സിനെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. കണ്ടോ? ഈ പോയിന്റ്സിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ഈ കട്ടിംഗ് പോയിന്റ്സിനെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് 1 2 3 4 5 6 7 8 എന്നുള്ള പോയിന്റ്സ് കിട്ടും. അപ്പൊ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നുണ്ടോ? നിങ്ങൾ ഇതിനെ ഈ റെക്ടാംഗിളിനെ ഡിവൈഡ് ചെയ്തേക്കുന്നുണ്ടോ? അതായത് നമ്മൾ ഈ സർക്കിൾ വരച്ചിട്ട് എന്ത് ചെയ്യും? സർക്കിളിനെ നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യും. 1 2 3 4 ഇങ്ങനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ,
അതേപോലെ എത്ര ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത്, ഈ സർക്കിളിനെ എത്ര ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് അത്രയും തന്നെ നമ്പേഴ്സ് ആയിട്ട്, 8 ആയിട്ടാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഈ കട്ടിംഗ് പോയിന്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് പോയിന്റ്സ് ഇവിടെ കിട്ടും. ആ കറസ്പോണ്ടിങ് പോയിന്റ്സ് എല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി, കറസ്പോണ്ടിങ് പോയിന്റ്സ് എല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദി ഡെവലപ്മെന്റ്. ഓക്കെ, സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഇത് വരച്ചു നോക്കണം. ഇതിന്റെ ഫോട്ടോ എടുക്കുക എല്ലാവരും. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങളിപ്പോ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, എല്ലാവരും ഇത് വരച്ചു നോക്കേണ്ടതാണ്. നിങ്ങൾ വരച്ചു നോക്കേണ്ടതാണ്. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്ത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 50, സിലിണ്ടറിന്റെ ഡയമീറ്റർ 50 ആണ്. അതായത് ഈ വരയ്ക്കുന്ന സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാണ്, ഈ വരയ്ക്കുന്ന സർക്കിളിന്റെ ഡയമീറ്റർ 50 ആണ്. അതിന്റെ ആക്സിസ് 65. ആക്സിസ് 65 എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റ്, ആക്സിസ് 65 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് 65 ആണ്. ദെൻ അതിനെ കട്ട് ചെയ്യുന്നു. കട്ടിംഗ് പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 45 degree to HP and passing through a point on axis 25 mm from the top. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അതായത് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുകൾ ഭാഗത്ത്, ഇതാണ് മുകൾ ഭാഗം, ഇതാണ് സിലിണ്ടറിന്റെ ടോപ്പ്. ഈ ടോപ്പിൽ നിന്ന് താഴോട്ട് എത്ര മാറണം, 25. കണ്ടോ, ഇവിടെ 25 മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ, 25 മാറിയിട്ട് കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കണം. എത്ര ഡിഗ്രിയില്, 45 ഡിഗ്രിയില്. കട്ടിംഗ് പ്ലെയിൻ 45 ഡിഗ്രിയിൽ വരയ്ക്കുക. വരച്ചിട്ട് കട്ടിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനെ റൈറ്റിലോട്ട് എന്ത് ചെയ്താൽ മതി, ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് വരയ്ക്കണം, റെക്ടാംഗിൾ വരയ്ക്കണം. സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് റെക്ടാംഗിൾ. ഇതിന്റെ ലെങ്ത് എത്ര ആയിരിക്കും, 2πr ആയിരിക്കും. 2πr. ഈ റെക്ടാംഗിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2πr. ഇതിനെ നമ്മൾ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യണം, 8 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ മതി. ഈ ലെങ്ത് കിട്ടിയത് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ മതി. യു വിൽ ഗെറ്റ്, ഇതിനെ നമുക്ക്, ഈ സർക്കിളിനെ നമുക്ക്, ഈ റെക്ടാംഗിളിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ പറഞ്ഞത്, ക്ലിയർ ആണോ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച ആരെങ്കിലും. ദീപക്, സംശയമുണ്ടോ? ഇല്ല സാർ. ഓക്കെ, അപ്പൊ ഡെവലപ്മെന്റിൽ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ ആദ്യം മനസ്സിലാക്കുക. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ തുറന്നു വയ്ക്കുക, ഓപ്പൺ ചെയ്യുക, ഓപ്പൺ. അപ്പൊ നിങ്ങൾക്ക് ഒരു സിലിണ്ടർ ആണ് കിട്ടിയേക്കുന്നത്. സിലിണ്ടർ ആദ്യം വരയ്ക്കുക. സിലിണ്ടർ ആദ്യം വരച്ചു കഴിഞ്ഞിട്ട് സിലിണ്ടറിനെ ആദ്യം ഡെവലപ്പ് ചെയ്ത് വെക്കുക. കണ്ടോ, ഇങ്ങനെ ഇത്രയും. പിന്നെയാണ് നമ്മുടെ എന്ത് വരയ്ക്കേണ്ടത്, നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കേണ്ടത്. കണ്ടോ, കട്ടിംഗ് പ്ലെയിൻ വരച്ചു കഴിയുമ്പോൾ കട്ടിംഗ് പോയിന്റ്സ് കിട്ടും. അതിനെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ ഫോട്ടോ എടുത്തോ, ഇതിന്റെ ഫോട്ടോ എടുക്കുക, ഈ പ്രോബ്ലത്തിന്റെ ഫോട്ടോ എടുക്കുക. ഹൃദ്യ, ഇതിന്റെ ഫോട്ടോ എടുത്തോ? ഹലോ ഹൃദ്യ, മെക്കാനിക്കലി ആരുണ്ട്? മെക്കാനിക്കൽ സാർ അലൻ. ആരാണ്? അലനുണ്ട് സാർ, അലൻ. അലൻ, ഇത് ഫോട്ടോ എടുത്തേ. ഇത് ഫോട്ടോ എടുത്തിട്ട് ഇത് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ അയക്കണം. അയക്കാം സാർ, അയക്കാം. ഓക്കെ, ശരി. ദെൻ അടുത്ത ഡെവലപ്മെന്റിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാ. ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് മാറി. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ സിലിണ്ടർ ആദ്യം പറഞ്ഞത് സിലിണ്ടർ ആയിരുന്നു. ഓക്കെ, രണ്ടാമത്തെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് നോക്കിയേ, പെന്റഗണൽ പ്രിസം. ഓക്കെ, അപ്പൊ നമ്മൾ പെന്റഗണൽ പ്രിസം വരച്ചു. അതിന്റെ കണ്ടീഷൻ പറയും. ഏത് കണ്ടീഷൻ ആണോ കണ്ടീഷൻ അനുസരിച്ചിട്ട് വരയ്ക്കുക. പെന്റഗണൽ പ്രിസം, അതിന്റെ ഫ്രണ്ട് വ്യൂ റെക്ടാംഗിൾ വരച്ചു. ഓക്കെ, പിന്നെ അവർ പറയും അതിന്റെ കട്ടിംഗ് പ്ലെയിൻ പറയും. കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി വിത്ത് HP ആണ്. പാസിംഗ് ത്രൂ ദി മിഡ് പോയിന്റ് ഓഫ് ദി ആക്സിസ്. ഈ ആക്സിസിന്റെ മിഡ് പോയിന്റ്. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എത്രയാണ്?
ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് 70 ആണ്. ഇതിന്റെ ഹൈറ്റ് 70. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കണം. ആക്സിസിന്റെ സെന്റർ. ആക്സിസിന്റെ സെന്റർ കണ്ടുപിടിച്ചു. കണ്ടോ? ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് 70 ആണ്. ടോട്ടൽ ഹൈറ്റ് ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് 70. ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് 70. അതിന്റെ സെന്റർ കണ്ടുപിടിച്ചു. എത്രയാണ്? താഴേന്ന് 35 അല്ലെങ്കിൽ മേളിൽ നിന്ന് 35 മാറുന്നുണ്ട്. 35. എന്നിട്ട് ആ പോയിന്റിൽ കൂടെ വേണം എന്ത് വരയ്ക്കാൻ? കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കാൻ. സോ ദിസ് ഈസ് ദ കട്ടിംഗ് പ്ലെയിൻ. ദിസ് ഈസ് ദ കട്ടിംഗ് പ്ലെയിൻ. ദിസ് ഈസ് ദ കട്ടിംഗ് പ്ലെയിൻ. എത്ര ഡിഗ്രിയാണ്? കട്ടിംഗ് പ്ലെയിൻ ഈസ് 45 ഡിഗ്രി വിത്ത് HP. 45 ഡിഗ്രി വിത്ത് HP എന്ന് പറഞ്ഞാൽ HP യുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി. 45 ഡിഗ്രി വിത്ത് HP. ദെൻ കട്ടിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ബാക്കി കട്ടിംഗ് പോയിന്റ്സ് നമ്മൾ സെക്ഷനിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ടിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്യുക. കട്ടിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ട്രൂ ഷേപ്പ് വരയ്ക്കുന്ന ഓർമ്മയുണ്ടായിരുന്നല്ലോ. ട്രൂ ഷേപ്പ് സെക്ഷൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ട്രൂ ഷേപ്പ്. ഇത് ട്രൂ ഷേപ്പ് ആണ്. പിന്നെ ഇവിടെ അപ്പാരന്റ്, ഇത് അപ്പാരന്റ് ഷേപ്പ് ആണ്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ട്രൂ ഷേപ്പ്, അപ്പാരന്റ് ഷേപ്പ്. ഓക്കെ. ദെൻ ഇതിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കണം. ഡെവലപ്മെന്റ് ഈ പ്രിസത്തിന്റെ ഡെവലപ്മെന്റ്, ഈ പ്രിസത്തിനെ ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പെന്റഗണൽ പ്രിസത്തിനെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നതെന്ന് ആർക്കെങ്കിലും പറയാമോ? ഒരു പെന്റഗണൽ പ്രിസത്തിനെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? ആർക്കെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയാം. ഒരു പെന്റഗണൽ പ്രിസത്തിനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിൽ നിന്നിട്ട് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും കിട്ടുന്നത്? റെക്ടാംഗിൾ. അത് തന്നെ, കറക്റ്റ്. റെക്ടാംഗിൾ തന്നെയാണ്. അപ്പൊ ആ റെക്ടാംഗിളിന്റെ ലെങ്ത് എത്ര ആയിരിക്കും? റെക്ടാംഗിളിന്റെ ലെങ്ത് 70 അല്ലേ സർ? 70 അല്ലേ? 70 എന്ന് പറയുന്നത് അതിന്റെ ഹൈറ്റ് ആണ്. അല്ല, റെക്ടാംഗിൾ എന്ന് പറയുമ്പോൾ ഇതാണ് റെക്ടാംഗിൾ. അപ്പൊ റെക്ടാംഗിളിന് നിങ്ങൾക്ക് അറിയാം, റെക്ടാംഗിളിന് എന്തുകൊണ്ട്? ഒരു ലെങ്ത് കൊണ്ട് ഒരു ബ്രെഡ്ത്തും ഉണ്ട്. അപ്പൊ ലെങ്ത് എത്ര ആയിരിക്കും, ബ്രെഡ്ത്ത് എത്ര ആയിരിക്കും എന്നാണ് ഞാൻ ചോദിച്ചു. ഇനി ഐഡിയ ആലോചിച്ച് നോക്കിയാൽ കിട്ടും. നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിച്ചാൽ ഇപ്പൊ കിട്ടും. ഗസ് ചെയ്തോ, തെറ്റുന്നെങ്കിൽ തെറ്റിക്കോട്ടെ. ഗസ് ചെയ്തോ സാർ. ലെങ്ത് അതിന്റെ ഹൈറ്റ് ആയിരിക്കത്തില്ലേ? ലെങ്ത് അതിന്റെ ഹൈറ്റ് തന്നെ ആയിരിക്കത്തില്ലേ പ്രസത്തിന്റെ? അല്ല, ലെങ്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഹൈറ്റ് അല്ല. ഹൈറ്റ് എന്ന് പറയുന്നത് നീളമാണ്. എപ്പോഴും ഈ ബ്രെഡ്ത്ത് ആയിരിക്കും ഹൈറ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? എത്രയാണ്? 5 എന്തോ? എല്ലോ എന്ന് പറഞ്ഞാൽ 5A. എന്തോ? അതെവിടുന്ന പൊക്കിയതാ? ഗൂഗിളിൽ ഞങ്ങളുടെ പൊക്കിയതാന്ന് തോന്നുന്നു അല്ലേ? ഏരിയ അല്ലേ 5AR/2? അപ്പൊ അതിന്റെ അല്ല, ഇതിനെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ല. ഇവിടെ ഞാനൊരു റഫായിട്ട് ഞാനൊരു നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എവിടെയെങ്കിലും ഒരു റഫായിട്ട് ഒരു പെന്റഗണൽ പ്രിസം ഒന്ന് വരച്ചേ. ഇങ്ങനെ 3D ഒന്ന് വരച്ചേ. 3D ഒന്ന് വരച്ചു നോക്കി. 3D ഒന്ന് വരച്ചേ. എന്നിട്ട് ഏതെങ്കിലും ഒരു പോർഷൻ വെച്ച് അതിനെ ഒന്ന് കട്ട്, ഇതിവിടെ ഈ റെഡ് കളറിൽ വെച്ച് കട്ട് ചെയ്യുന്ന പോലെ ഒന്ന് ആലോചിച്ച് നോക്കി. എനിബഡി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. നിങ്ങളുടെ ഉള്ളിലുണ്ട്. തെറ്റിക്കോട്ടെ. ഗസ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഗസ് ചെയ്തോ. എനി ഐഡിയ? സർ, അതൊരു ട്രയാങ്കുലർ ഷേപ്പാണ്. ട്രയാങ്കുലോ? പെന്റഗണിന്റെ സൈഡ് വരുന്നു. അല്ല, ഞാൻ വേറൊരു എക്സാമ്പിൾ ചോദിക്കാം. ഇതൊരു
ഇതൊരു സ്ക്വയർ പ്രിസമാണ്. ഇതിന്റെ ഡെവലപ്മെന്റ് എന്തായിരിക്കും? റെക്ടാങ്കിൾ. റെക്ടാങ്കിൾ ആണ്. ശരി. അപ്പൊ ഈ റെക്ടാങ്കിളിന് ലെങ്തും ബ്രെഡ്ത്തും എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയാൽ കിട്ടും. ആലോചിച്ചോ. ആദിത്യ വിശ്വനാഥ് പറയാൻ പറ്റുമോ? ആദിത്യ വിശ്വനാഥ് പറയാൻ പറ്റുമോ? ആദിത്യൻ പറയാൻ പറ്റുമോ? അലൻ പറയാൻ പറ്റുമോ? ഓക്കെ. ഇതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് ആയിരിക്കും. ഹൈറ്റ്. ഓക്കെ. അപ്പൊ ബ്രെഡ്ത്ത് ഹൈറ്റ് ആയിരിക്കും. ലെങ്ത് എന്ന് പറഞ്ഞാല് നമ്മൾ ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന്റെ ബേസ് നോക്കിയാൽ മതി. ബേസ്, അതായത് ഇതേ പ്ലസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് എ ആണെങ്കിൽ ഇതേ പ്ലസ്, ഇപ്പൊ ഞാൻ ഇത് ബി ആണെന്ന് വിചാരിക്കും. ഇത് എല്ലാം എ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എ ബി, ഇത് സി ആണ്, ഇത് ഡി ആണെന്ന് വിചാരിക്കുക. അപ്പൊ ടോട്ടൽ ലെങ്ത് എന്തായിരിക്കും? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. മനസ്സിലായോ? അപ്പൊ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്തായിരിക്കും? റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാല് ഇതിന്റെ സൈഡ്സ് എല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി? സൈഡ്സ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ. ഇപ്പൊ സൈഡിന്റെ ലെങ്ത് 20 ആണെങ്കിൽ ഈ സൈഡിന്റെ ലെങ്ത് 20 ആണെങ്കിൽ 20 പ്ലസ് 20 പ്ലസ് 20 പ്ലസ് 20 അല്ലെങ്കിൽ 20 into 4 ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 80 mm. മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞത്? ദീപൊക്കെ മനസ്സിലായോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെന്റഗണൽ അപ്പം ഇനി പെന്റഗണൽ പ്രിസത്തിലോട്ട് വരിക. പെന്റഗണൽ പ്രിസത്തില് അഗൈൻ റെക്ടാങ്കിൾ ആണ്. ഓപ്പൺ ചെയ്യുമ്പോൾ റെക്ടാങ്കിൾ ആണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ലെങ്തും അതിന്റെ ബ്രെഡ്ത്തും എന്തായിരിക്കും? സാർ ബ്രെഡ്ത്ത് ഹൈറ്റും ലെങ്ത് 5 into സൈഡ്. ഓക്കെ, കറക്റ്റ്. അത്രേ ഉള്ളൂ കാര്യം. അത്രേ ഉള്ളൂ, സിമ്പിൾ. അതായത് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആയിരിക്കും. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൈഡ് നോക്കിയേ. ഇതിന്റെ സൈഡ് 30 ആണ് തന്നേക്കുന്നത്. 30. അപ്പം 30 into എത്ര സൈഡ് ഉണ്ട്? 5. 5 സൈഡ് ഉണ്ട്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 150 millimeter. അപ്പൊ നമ്മുടെ ഈ പെന്റഗണൽ പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ ഇതിന്റെ ലെങ്ത് 150 ആയിരിക്കും, ബ്രെഡ്ത്ത് ഹൈറ്റ് ആയിരിക്കും. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞത്? ദീപക്കെ ക്ലിയർ ആയോ? ഓക്കെ, ശരി. അപ്പൊ നമ്മള് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഒക്കെ വരച്ചു. പിന്നെ ഡെവലപ്മെന്റ് വരയ്ക്കാണ്. ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ ആദ്യം ഞാൻ ഈ റെക്ടാങ്കിൾ വരച്ചു. റെക്ടാങ്കിൾ ഞാനിത് വരയ്ക്കുമ്പോൾ എന്റെ കൂടെ നിങ്ങൾ റഫായിട്ട് നിങ്ങളുടെ ബുക്കിൽ ഇങ്ങനെ വരച്ചു നോക്കും. അപ്പൊ നിങ്ങൾക്ക് കൂടെ മനസ്സിലാവും. റഫായിട്ട് വരച്ചു പോയാൽ മതി ഇങ്ങനെ. സോ ദിസ് ഈസ് ദ ഡെവലപ്മെന്റ് ആദ്യം വരച്ചു. ഇത് ഡെവലപ്മെന്റ് ആണ്. എന്ത് ഡെവലപ്മെന്റ് ഓഫ്? എന്തിന്റെ ഡെവലപ്മെന്റ് ഓഫ് പെന്റഗണൽ പ്രിസം. ഡെവലപ്മെന്റ് ഓഫ് പെന്റഗണൽ പ്രിസം. നമ്മളോട് അതല്ല ചോദിച്ചേക്കുന്നത്. നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? ഇതിനെ മുറിക്കുകയാണ്, ഇതിനെ കട്ട് ചെയ്യുവാണ്. ഇത് കണ്ടോ, ഇതിനെ നമ്മൾ കട്ട് ചെയ്യാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ നമ്മൾ കട്ട് ചെയ്യാണ്. കട്ടിംഗ് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യാണ്. ഇതിനെ നമ്മൾ ഒരു കട്ടിംഗ് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യാണ്. അപ്പൊ കട്ടിംഗ് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മേലുള്ള പോർഷൻ പോയി. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കട്ടിംഗ് പോയിന്റ്സ് കിട്ടും. ആ എഡ്ജിൽ കട്ട് ചെയ്യുന്നിടത്തൊക്കെ കട്ടിംഗ് പോയിന്റ്സ് കിട്ടും. ആ കട്ടിംഗ് പോയിന്റ്സുകളെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. കട്ടിംഗ് പോയിന്റ്സിനെ എല്ലാം എന്ത് ചെയ്യുക? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, കട്ടിംഗ് പോയിന്റ്സിനെ എല്ലാം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇനി ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. സിലിണ്ടറിനെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തത്? സിലിണ്ടറിനെ നമ്മൾ 8 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പൊ ഇതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ നമ്മൾ ഈ പെന്റഗണൽ ഇതിന് എത്ര സൈഡ് ഉണ്ട്? മൊത്തം 5 സൈഡ് ഉണ്ട് അല്ലെ? അപ്പൊ ഇതിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. പെന്റഗൺ ആയതുകൊണ്ട് 1, 2,
3, 4, 5. കണ്ടോ? 5 ഞാൻ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഈ കട്ടിംഗ് പോയിന്റ്സ് എന്ത് ചെയ്താൽ മതി? കട്ടിംഗ് പോയിന്റ്സ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ഈ പെന്റഗന്റെ മേളിലത്തെ പേരെന്തോ? എ, ബി, സി, ഡി, ഇ, എ. മേളിൽ ഒരു പെന്റഗൺ ഉണ്ട്. താഴത്തെ പെന്റഗന്റെ പേരെന്തോ? പി, ക്യൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇപ്പൊ ഞാൻ പി, ക്യൂ, ആർ, എസ്, ടി, യു എന്ന് കൊടുത്തു. അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? നമുക്ക് ഇവിടെ പോയിന്റ്സ് കിട്ടും. കറസ്പോണ്ടിങ് കറക്റ്റ് എഡ്ജിൽ തന്നെ കൊടുക്കണം. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദിസ് ഡെവലപ്മെന്റ്. ഇതാണ് നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചോദിച്ചേക്കുന്നുണ്ടോ? ഡ്രോ ദ സെക്ഷണൽ ടോപ്പ് വ്യൂ. ഈ വരച്ചേക്കുന്നതാണ് ടോപ്പ് വ്യൂ. ഈ വരച്ചേക്കുന്നതാണ് ടോപ്പ് വ്യൂ. അതിൽ എന്തുണ്ട്? സെക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? സെക്ഷണൽ ടോപ്പ് വ്യൂ. ട്രൂ ഷേപ്പ് വരയ്ക്കാൻ ഞാൻ പഠിപ്പിച്ചായിരുന്നു. ദിസ് ഈസ് ട്രൂ ഷേപ്പ്. ട്രൂ ഷേപ്പ് വരയ്ക്കാൻ പറഞ്ഞായിരുന്നു. ആൻഡ് ഡെവലപ്മെന്റ്, ദിസ് ഈസ് ദ ഡെവലപ്മെന്റ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദിസ് ഈസ് കോൾഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫോട്ടോ എടുത്തേ, ഇത് വരയ്ക്കണം. ഇതിന്റെ ഫോട്ടോ എടുത്തേ, ഇത് വരയ്ക്കണം. ഇത് വരച്ചു പഠിക്കണം. എടുത്തോ, ഫോട്ടോ എടുത്തോ. ഫോട്ടോ എടുത്തു കഴിഞ്ഞെങ്കിൽ പറയണം. നിങ്ങൾക്ക് വരച്ചു നോക്കുമ്പോൾ ഇത് കിട്ടും. സംശയം ഒന്നുമില്ല. ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ ഈ തന്നേക്കുന്ന ഫിഗർ അതേപോലെ നിങ്ങൾ വരച്ചു പഠിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടിക്കോളും. ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എടുത്തോ, ഫോട്ടോ എടുത്തോ. ദീപക് ഫോട്ടോ എടുത്തോ? എടുത്തു സർ. ഓക്കെ, ശരി. ഫോട്ടോ എടുക്കാൻ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അല്ലെങ്കിൽ മറ്റേ PDF ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഏതാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞത്. അതിനകത്തിൽ കുറെ ഫിഗേഴ്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കത്തില്ല. ഓക്കെ, ഇനി അടുത്തത് അടുത്തൊരു പ്രോബ്ലം. ഓക്കെ, ഇത് ചിലപ്പം ചോദിക്കാറുണ്ട്. സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് ചോദിക്കുന്ന എന്താണെന്നറിയോ? ഒരു സിലിണ്ടർ ഉണ്ട്. ഇതാ ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ട്. ഒരു റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഉണ്ട്. അതിന്റെ ഡയമീറ്റർ 50, അതായത് ഇതിന്റെ ഡയമീറ്റർ 50 ആണ്. then അതിന്റെ ഹൈറ്റ് 70 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് 70. റെസ്റ്റിംഗ് അപ്പോൺ HP ഓൺ ഇറ്റ്സ് ബേസ്. ഒരു ഇൻസെക്ട് എന്ത് ചെയ്യുന്നു? ഈ താഴേന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടുന്ന്. അതായത് ഈ സിലിണ്ടറിന്റെ താഴത്തെ പോയിന്റിൽ നിന്ന് ഒരു ഇൻസെക്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇൻസെക്ട് സ്റ്റാർട്ട് ഫ്രം എ പോയിന്റ് ഓൺ ദ ബേസ് അറ്റ് ദ ബോട്ടം, മൂവ്സ് അറൌണ്ട് ദ കർവ്ഡ് സർഫസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഉറുമ്പാണെന്ന് വിചാരിച്ചു, ഒരു ഉറുമ്പ്. ആ ഉറുമ്പ് ഇതിന്റെ സർഫസിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു. ഈ സിലിണ്ടറിന്റെ സർഫസിലൂടെ ട്രാവൽ ചെയ്യുന്നു. കർവ്ഡ് സർഫസ് ഓഫ് ദ സിലിണ്ടർ ആൻഡ് റീച്ചസ് ദ ടോപ്പ്. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? ഈ ഇൻസെക്ട് അതിന്റെ ടോപ്പിൽ വരുന്നു. ഓക്കെ, ഇൻസെക്ട് എവിടെ വരുന്നു? ടോപ്പിൽ വരുന്നു. ഇൻസെക്ട് താഴേന്ന് മേളിലോട്ട് മൂവ് ചെയ്യുന്നു. നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണോ മൂവ് ചെയ്യുന്നത്? അല്ല, ഇതിന്റെ കർവ്ഡ് സർഫസിലൂടെ ഇങ്ങനെ ഇവിടെ ഒരു കറങ്ങി അടിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ടോപ്പിൽ വരുന്നത്. ഓക്കെ, പക്ഷെ ആ ടോപ്പിൽ എത്തുന്നത് എങ്ങനെയാണ്? ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 2 റെവല്യൂഷൻസ് എലോങ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. അതായത് ഇങ്ങനെ കുറെ കറങ്ങി അടിക്കുന്നുണ്ടെങ്കിലും എത്ര റെവല്യൂഷൻ ഉണ്ട്? 2 റെവല്യൂഷൻ കൊണ്ടാണ് അത് മേളിലെത്തുന്നത്. ഓക്കെ, 2 റെവല്യൂഷൻ കഴിയുമ്പോൾ ഈ ബേസിൽ നിന്ന് അത് എവിടെ എത്തുന്നു? അത് ടോപ്പിലെത്തും. 2 റെവല്യൂഷൻ കഴിയുമ്പോൾ എലോങ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. ഓക്കെ, അതായത് 2 റെവല്യൂഷനിൽ ഏറ്റവും ചെറിയ പാത്തിലൂടെയാണ് അത് എന്ത് ചെയ്യുന്നത്? അത് ട്രാവൽ ചെയ്യുന്നത്. ഡ്രോ ദ ഡെവലപ്മെന്റ്. അതിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കണം. ആൻഡ് സ്കെച്ച് ദ പാത്ത് ഓഫ് ദി ഇൻസെക്ട് ഇൻ ദി ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂവില് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഇൻസെക്ട് ഇങ്ങനെ ഈ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാമല്ലോ. അതാണ് ഇതിൽ ഇങ്ങനെ ഒരു ലൈൻ പോലെ, കർവ്ഡ് ലൈൻ പോലെ ഇങ്ങനെ കാണിച്ചേക്കുന്നത്. അത് ഈ ഫ്രണ്ട് വ്യൂവില് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഡ്രോ ദി ഡെവലപ്മെന്റ് ആൻഡ് സ്കെച്ച് ദ പാത്ത് ഓഫ് ദ ഇൻസെക്ട് ഇൻ ദി ഫ്രണ്ട് വ്യൂ. ഓക്കെ, അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് വരയ്ക്കേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ XY ലൈൻ വരച്ചു. എന്റെ കൂടെ റഫായിട്ടൊന്ന് വരച്ചോ നിങ്ങൾ. ഇങ്ങനെ വെറുതെ റഫായിട്ട് പെൻസിൽ കൊണ്ട്. ഓക്കെ, ടോപ്പ് വ്യൂ വരച്ചു, ദെൻ ഫ്രണ്ട് വ്യൂ വരച്ചു. സിലിണ്ടറിന്റെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂ വരച്ചു. പിന്നെ സിലിണ്ടറിന്റെ റെക്ടാംഗിൾ വരയ്ക്കണം. സിലിണ്ടറിന്റെ ഡെവലപ്മെന്റിന് റെക്ടാംഗിൾ വരച്ചു. സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് വരച്ചു. സോ ദിസ് ഈസ് ദ ഡെവലപ്മെന്റ്. ഈ ലെങ്ത് എത്ര എന്നാ ഞാൻ പറഞ്ഞേ? ഓർമ്മയുണ്ടോ? ഈ ലെങ്ത് എത്ര ആയിരുന്നു? ഓർമ്മയുണ്ടോ? ഈ ലെങ്ത് സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോ ഈ ലെങ്ത് എത്ര ആയിരുന്നു? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഞാൻ പറഞ്ഞായിരുന്നു. എനിബഡി?
2πr. 2πr. യെസ് യെസ് അത് തന്നെ 2πr. ഓക്കെ 2πr ഓർത്തിരിക്കുക, ഈ ലെങ്ത് 2πr ആണ്. 2πr. ഓക്കെ, ഇനി ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചു കേട്ടോണേ. ഈ സിലിണ്ടറിന്റെ ഇതാണ് ഇതിന്റെ ബേസ്, ഇതാണ് ഇതിന്റെ ബേസ്, ഇതാണ് ഇതിന്റെ ബേസ്, ആൻഡ് ഇതാണ് ഇതിന്റെ ടോപ്പ്, ഇതാണ് ഇതിന്റെ ടോപ്പ്. ഓക്കെ, അപ്പൊ ഇൻസെക്ട് എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇൻസെക്ട് താഴെ ബേസിൽ നിന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ടാ? ടോപ്പിലോട്ടാ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇവിടെ ബേസിലെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഇതാണ് ബേസിലെ പോയിന്റ്. ഓക്കെ, 2 റവല്യൂഷൻ കഴിയുമ്പോൾ അത് എവിടെ എത്തുന്നു? അത് മേളിലെത്തുന്നു, ടോപ്പിലെത്തുന്നു. 2 റവല്യൂഷൻ. പക്ഷെ ഇത് പോകുന്ന പാത്ത് എന്തായിരിക്കണം? ഷോർട്ടസ്റ്റ് പാത്ത് ആയിരിക്കണം. ഷോർട്ടസ്റ്റ് പാത്ത്. ഓക്കെ, അപ്പം ഒരു ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രൊവിഡൻസ് കോളേജിലോട്ട് വരാനുള്ള പല വഴികളുണ്ടാവും. നിങ്ങൾക്ക് പല വഴി കൂടെ വരാം. ഓക്കെ, അതായത് പല റോഡുകളുണ്ട്, പല റോഡിൽ കൂടെ വേണമെങ്കിലും വരാം. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രൊവിഡൻസ് കോളേജിലോട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? പറയാം ആർക്കെങ്കിലും? എനിബഡി? അതായത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രൊവിഡൻസ് കോളേജിലോട്ട് വരുന്നു എന്ന് ആലോചിച്ചാൽ മതി. വരുന്നു, നിങ്ങൾ സാധാരണ ബൈക്കിൽ വരുന്നു, ബൈക്കിൽ വരുന്ന പല വഴി കൂടെ കയറിയാണ്, പല വഴി കൂടെയൊക്കെയാണ് നിങ്ങൾ വരുന്നത്. അതൊക്കെ ഷോർട്ടസ്റ്റ് പാത്ത് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരിക്കലും അല്ല. നിങ്ങൾ ലോങ്ങസ്റ്റ് പാത്തിൽ കൂടെ നിങ്ങൾ വരുന്നത്. ഷോർട്ടസ്റ്റ് പാത്ത് അപ്പൊ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി, പറയാമോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, എ എന്നും ബി എന്നും പറയുന്ന 2 പോയിന്റ്, ഇത് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് പാത്ത് എന്തായിരിക്കും? ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വഴി. സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ, അത് തന്നെ, അത്രേ ഉള്ളൂ. സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതായത് സ്ട്രെയിറ്റ് ലൈൻ, അതായത് എയുടെ ബി, അതായത് എനിക്ക് എയിൽ നിന്ന് ബിയിലോട്ട് ഇങ്ങനെ പോകാം, ഇങ്ങനെ വരാം, ഈ കർവ്ഡ് പാത്തിലൂടെ വരാം, എനിക്ക് ഇങ്ങനെ വരാം. പക്ഷേ എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സിമിലർലി ഇവിടെയും അത് തന്നെ. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഷോർട്ടസ്റ്റ് പാത്തിലൂടെയാണ് ഇൻസെക്ട് ട്രാവൽ ചെയ്യുന്നത്. ഷോർട്ടസ്റ്റ് പാത്തിലൂടെയാണ് ആ ഇൻസെക്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, എസ് പി എന്ന് ഞാൻ കൊടുത്തു. ഇതാണ് എന്റെ എൻഡ് പോയിന്റ്, ഇ പി എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് ഷോർട്ടസ്റ്റ് പാത്തിലൂടെ മൂവ് ചെയ്യേണ്ടത്. അതായത് ഒരു റവല്യൂഷൻ കഴിയുമ്പോൾ അത് നേരെ എന്ത് ചെയ്യും? അതിന്റെ നടുക്ക് വരും, സെന്ററിൽ. എന്നിട്ട് അടുത്ത റവല്യൂഷൻ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് തിരിച്ച് എൻഡ് പോയിന്റിൽ വരും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഡെവലപ്മെന്റ് വരയ്ക്കുക. ഡെവലപ്മെന്റ് വരച്ചിട്ട് ദിസ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് ദിസ് ഈസ് ദ എൻഡ് പോയിന്റ്. അപ്പം ഒരു റവല്യൂഷൻ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ഉറുമ്പ് നേരെ എന്ത് ചെയ്യും? ഇതിന്റെ സെന്ററിൽ വരും. ഓക്കെ, ദെൻ അടുത്ത റവല്യൂഷൻ, രണ്ടാമത്തെ റവല്യൂഷനിൽ അത് നേരെ എന്ത് ചെയ്യും? നേരെ ഇവിടെ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. ദിസ് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും? നമുക്ക് ഇങ്ങനെ പോയിന്റ്സ് കിട്ടും. 1 2 3 4 5 6 7 8 9 10 11 12 ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? ഈ പോയിന്റ്സിനെ എല്ലാം എന്ത് ചെയ്യുക? ഈ പോയിന്റ്സിനെ എല്ലാം നിങ്ങൾ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ഫ്രണ്ട് വ്യൂവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇങ്ങനെ പോയിന്റ്സ് കിട്ടും. 1 2 3 4 5 6 പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സുകൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ you will get the shortest, you will get the path of the insect in the front view. Okay, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. നിങ്ങൾ കാണുമ്പോൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇത് നിങ്ങൾ വരച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും. നിങ്ങൾ വരച്ചു നോക്കിയാൽ മാത്രം മതി. ഈ പിക്ചർ നോക്കി അതേപോലെ വരച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ ഞാൻ 3 പ്രോബ്ലംസ് ഇപ്പൊ പറഞ്ഞത്. 3 പ്രോബ്ലംസ് എന്തൊക്കെയാ പറഞ്ഞ? 3 പ്രോബ്ലംസ്. ഒന്ന് ഡെവലപ്മെന്റിൽ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? സിലിണ്ടർ. രണ്ടാമത് പറഞ്ഞ എന്തായിരുന്നു? പെന്റഗണൽ പ്രിസം. മൂന്നാമത് പറഞ്ഞ എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്.
ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഈ 3 പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 പ്രോബ്ലം നിങ്ങൾ വരച്ചു പഠിക്കണം കേട്ടല്ലോ. ഈ 3 പ്രോബ്ലം ഒരു കാരണവശാലും വിടരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു കാരണവശാലും ഇത് പഠിക്കാതിരിക്കരുത്. സിലിണ്ടർ, ദെൻ പെന്റഗണൽ പ്രിസം. സിലിണ്ടർ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ദെൻ പെന്റഗണൽ പ്രിസം പഠിക്കുമ്പോൾ തന്നെ ഏത് പ്രിസം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പെന്റഗണൽ പ്രിസത്തിന് 5 സൈഡ് ഉണ്ട്. പിന്നെ സ്ക്വയർ ആകുമ്പോഴത്തേക്ക് 4 ആയി, ട്രയാങ്കിൾ ആകുമ്പോഴത്തേക്ക് 3 ആയി, എക്സെട്ര എക്സെട്ര. അപ്പൊ നിങ്ങൾ ഒരു പ്രിസം പഠിച്ചാൽ മതി. ഒരു പ്രിസം പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മറ്റേത് കിട്ടിക്കോളും, മറ്റേ പ്രിസംസ് കിട്ടിക്കോളും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 3 പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 പ്രോബ്ലംസും പഠിക്കാതിരിക്കരുത്. ഈ 3 പ്രോബ്ലംസ് ഇന്ന് തന്നെ വരച്ചു പഠിക്കണം. സിലിണ്ടർ, പെന്റഗണൽ പ്രിസം, ദെൻ അടുത്തത് എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ പ്രോബ്ലം. ഓക്കെ, ഇതിന്റെ ഫോട്ടോ എടുത്തേ എല്ലാരും. എടുത്തോ? അലൻ എടുത്തോ? എടുത്തു സാറേ, എടുത്തു. ഓക്കെ, ശരി. ഇനി അടുത്ത് ഓക്കെ, ഇതിപ്പം പറഞ്ഞ സെയിം പ്രോബ്ലം തന്നെയാണ്, സെയിം തന്നെയാണ്. ഒബ്ജക്റ്റ് എന്താണ്? ഹെക്സഗണൽ പ്രിസമാണ്. ഓക്കെ, ഹെക്സഗണൽ പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് അഗൈൻ റെക്ടാംഗിൾ ആണ്. പറയാമോ ഇതിന്റെ ലെങ്തും ഇതിന്റെ ബ്രെഡ്ത്തും എത്രയാണെന്ന് പറയാമോ ആർക്കെങ്കിലും? ലെങ്ത് എത്രയാണ്, ബ്രെഡ്ത്ത് എത്രയാണ് പറയാമോ? സാർ ബ്രെഡ്ത്ത് ഹൈറ്റും ലെങ്ത് 6. അതായത് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് തന്നെയാണ്, ശരിയാണ്. ലെങ്ത് എത്രയാണ്? 6. എന്തോ സൈഡ്സ് ആണോ? ഓക്കെ, 6A അത് തന്നെ. അതായത് ഇതിന് 6 ഹെക്സഗണൽ പ്രിസത്തിന് 6 സൈഡ് ഉണ്ട്. സോ ലെങ്ത് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു സൈഡ് എത്രയാണ് ഇവിടെ നോക്കിയേ. ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് സൈഡ് ഈസ് 20. അപ്പൊ 6 ഇൻറ്റു 20 അപ്പൊ എത്ര വരും? 120 mm. അപ്പൊ ഇതിന്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് ഈസ് 120 mm ആൻഡ് ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ഈസ് 60. ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് 60 ആണ്. ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് 60 ആണ്. അപ്പൊ ദേ ഞാൻ ആ റെക്ടാംഗിൾ വരച്ചു. ഇങ്ങനെ കണ്ടല്ലോ. എന്നിട്ട് അതിനെ എത്ര ഡിവൈഡ് ചെയ്ത്? 6 ആയിട്ട് 1, 2, 3, 4, 5, 6. നേരത്തെ നമ്മൾ 5 ആയിട്ടാ ചെയ്തത്. കാരണം എന്താ? അത് പെന്റഗൺ ആയിരുന്നു. പെന്റഗൺ 5 സൈഡേ ഉള്ളൂ, അതുകൊണ്ട് 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് ഹെക്സഗൺ ആണ്. ഹെക്സഗൺ ആയതുകൊണ്ട് എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്തു? 6 ആയിട്ട് ഡിവൈഡ് ചെയ്തു. കണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഓരോന്നും എന്താ സൈഡാ? ഇത് 20, 20, 20, 20, 20, 20. അതാ നേരത്തെ പറഞ്ഞ എത്രയാണ്? 20 into 6 എന്ന് പറഞ്ഞാൽ അതാ കാരണം. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ അങ്ങോട്ട് വരയ്ക്കുക. കട്ടിംഗ് പ്ലെയിൻ വരച്ചു. കട്ടിംഗ് പ്ലെയിനെ പറ്റി എന്താ പറഞ്ഞേക്കുന്നത്? 30 ഡിഗ്രി ടു HP ആണ്. 30 ഡിഗ്രിയിൽ കട്ടിംഗ് പ്ലെയിൻ വരച്ചു. എത്ര ഡിഗ്രിയാണ്? കട്ടിംഗ് പ്ലെയിൻ 30 ഡിഗ്രിയിൽ വരച്ചു. ഓക്കെ, അത് മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്തു. മിഡ് പോയിന്റ് കൂടെ വേണം വരയ്ക്കാൻ. മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് 60 ആണ്. മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മിഡ് പോയിന്റ് എത്ര വരും? ടോട്ടൽ ഹൈറ്റ് 60 ആണ്. മിഡ് പോയിന്റ് എത്രയാണ്? മിഡ് പോയിന്റ് ഈസ് 30. 30 എന്ത് ചെയ്യണം? പോയിന്റ് മാർക്ക് ചെയ്തിട്ട് 30 ഡിഗ്രിയിൽ 30 ഡിഗ്രിയിൽ വരയ്ക്കുക. കട്ടിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്യുക. കട്ടിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് ഇതിനെ എന്ത് ചെയ്യുക? ഇതിനെ റൈറ്റിലോട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക. കണ്ടോ? ഇങ്ങനെ റൈറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഓരോ 1, 2, 3, 4, 5, 6, 1 കിട്ടും. ഓക്കെ, ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദി ഡെവലപ്മെന്റ്. ദിസ് ഈസ് ദ ഡെവലപ്മെന്റ്. ഇത്രയേ ഉള്ളൂ. വളരെ വളരെ സിമ്പിൾ, ഒന്നുമില്ല. ഡെവലപ്മെന്റ്. ഓക്കെ, ഇപ്പൊ ഇത് കട്ടാവുമേ. ഞാൻ കട്ടാവുമ്പോൾ ഞാൻ ലിങ്ക് വീണ്ടും അയക്കും. അപ്പൊ അതിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, സോ ഇത് ക്ലിയർ ആയോ പറഞ്ഞത്? ആർക്കെങ്കിലും സംശയമുണ്ടോ? റൂബൻ, സംശയമുണ്ടോ? ഇല്ല സർ. ഓക്കെ, ശരി.
ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത് കട്ടാവും. അത് കഴിഞ്ഞ് ഞാൻ പുതിയ ലിങ്ക് അയക്കാം, അതിൽ ജോയിൻ ചെയ്യുന്നതാണ്.